വേദയുടെ കാണാതായ വള എല്ലാവരും തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വവും ശ്രീജയും കൂടെ വീടിന് പുറത്തും നന്ദിനിയും വിനായകനും കൂടി കിച്ചണിലൊക്കെ ആയിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരയുമ്പോൾ നന്ദിനി വിചാരിക്കുന്നുണ്ട്, എങ്ങനെയാ ഹാളിൽ വെച്ച് കാണാണ്ടായി പോയ വള ഇവിടെ വരുന്നത്, അതിനൊരു വഴിയില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് അച്ഛൻ മാഷ് ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ കമലാമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കമലയോട് ചോദിക്കുന്നുണ്ട്, എന്താ കമല കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, ഇല്ല മാഷേന്ന്. അപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്നും മാഷ് എണീറ്റിട്ട് പറയാണ്, ഇനി തിരച്ചിൽ നിർത്തിയേക്കോ, എല്ലാവരും ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അപ്പോൾ വിനായകൻ പറഞ്ഞതുപോലെ ഇത് ആരോ മോഷ്ടിച്ചത് തന്നെയാണ്. ഇത്രയും തിരഞ്ഞിട്ട് കാണാത്ത സ്ഥിതിക്ക് അത് ആരോ മോഷ്ടിച്ചിരിക്കുകയാണ്, എനിക്കത് ആരാണെന്നുള്ളത് അറിയണമെന്ന് പറയാണ്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മാഷി ഈ പറയുന്നത്, നമ്മുടെ വീട്ടിൽ ആരത് എടുക്കാനാ, ആരും എടുക്കില്ല, ഇങ്ങനെയൊന്നും പറയല്ലേന്ന് പറയാണ്. ആർക്ക് വേണമെങ്കിലും ഏതവസ്ഥയിലും അപമാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് നമുക്ക് പണം മോഹിച്ചിട്ടാണെന്ന് വരെ എല്ലാവരും പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ സ്വർണം കൂടി നഷ്ടപ്പെട്ട അതിനുത്തരം പറയേണ്ടത് ആരാ, നീയും ഞാനുമാണ് എന്ന് മാഷ് പറയാണ്. അപ്പോൾ വേദ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അവിടെ വെച്ച വള കാണാണ്ടായപ്പോയപ്പോൾ ഞാനത് ചോദിച്ചു എന്നുള്ളത് ശരിയാണ്, എനിക്കതിൽ പരാതിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഔദാര്യം സുധാകരൻ മാഷിന് ഇപ്പോൾ ആവശ്യമില്ല എന്ന് സുധാകരൻ മാഷ് കുറച്ച് ദേഷ്യത്തോടെ പറയാണ്. ഇനി വീട്ടിൽ ആരും ഇതെടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാക്കണം, അതിനുവേണ്ടി ഞാൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരോടുമായിട്ട് മാഷ് ചോദിക്കുകയാണ്, നിങ്ങളത് എടുത്തോ എന്നുള്ളത്. ആദ്യം വിശ്വത്തോട് ചോദിക്കുന്നുണ്ട്, വിശ്വം നീയാണ് ഈ വീട്ടിൽ കൂടുതൽ കാശിന് ആവശ്യമുള്ള ആൾ, അപ്പോൾ നീയാണോ അത് എടുത്തതെന്ന് വിശ്വത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ അങ്ങനൊരു എത്ര കാശിന് ആവശ്യമുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട് ശ്രീജനെ നോക്കിയിട്ട്, ശ്രീജ, ഞാൻ നിന്നെ ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ടല്ല എൻ്റെ മൂത്ത മകളായിട്ടാണ് കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, വിശ്വം ഇല്ല എന്നുള്ളത് നിനക്ക് ഉറച്ച വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, വിശ്വേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് മാഷി വിനായകനോട് ചോദിക്കുകയാണ്, വിനായക, നീ ഈ വീട്ടിൽ ഏറ്റവും കള്ളത്തരം ചെയ്യുന്ന ആൾ നീയാണ്, നീ അത് എടുത്തോന്ന് ചോദിക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാനല്ലേ അച്ഛനോട് പറഞ്ഞത്, വള കാണാണ്ടായപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഈ വീട്ടിൽ ആരോ എടുത്തിട്ടുണ്ടെന്നുള്ളത്, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയുമോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നീട് മാഷ് നന്ദിനിയെ നോക്കുകയാണ്. പക്ഷേ നന്ദിനിക്ക് പെട്ടെന്ന് തന്നെ കരച്ചിൽ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, എന്നെ അങ്ങനെയൊന്നും സംശയിക്കല്ല അച്ഛാ, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് വേദ പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് ഇതിലൊന്നും ഒരു വിഷമവുമില്ല, എനിക്ക് പരാതിയുമില്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ മാഷ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. മാഷ് നിർത്ത് എന്ന് പറയാണ്, നീ ഒന്നും മിണ്ടണ്ട, നീ ഒന്നും സംസാരിക്കുക വേണ്ട. സുധാകരൻ മാഷിൻ്റെ വീട്ടുകാർ പണത്തിന് ആർത്തിയുള്ളവരാണ്, ദരിദ്രരാണ്, അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് എന്നൊക്കെ നിൻ്റെ വീട്ടുകാർ പറഞ്ഞില്ലേ, അതുകൊണ്ട് നീ ഒന്നും മിണ്ടണ്ട, ഇത് എടുത്തു തരേണ്ട ആവശ്യം, കണ്ടുപിടിച്ച് തരേണ്ട ആവശ്യം എൻ്റെ ഉത്തരവാദിത്തമാണ്, വേറെ ആരുടെയും അല്ല എന്ന് പറയുകയാണ് മാഷ്. ഇനി ഞങ്ങൾ കൂടിയാണ് സത്യം ചെയ്യാനുള്ളൂ, ഇതെടുത്തിട്ടില്ല എന്ന് ഞങ്ങളും സത്യം ചെയ്യാനെന്ന് പറഞ്ഞ് മാഷ് പറയുന്നുണ്ട്. ഈ വള ഞാൻ എടുത്തിട്ടില്ല എന്ന് സത്യം ചെയ്യാണ്. എന്നിട്ട് കമലോട് പറയുന്നുണ്ട്, കമല നീ കൂടി സത്യം ചെയ്യുമെന്ന് പറയാണ്. പക്ഷേ ഇത് കേട്ട് വേദയ്ക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. സങ്കടമാവുന്നിട്ട് പറയുന്നുണ്ട് വേദ, അച്ഛാ, ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത് പ്ലീസ് എന്ന് പറയാണ്. അത് ഈ വീട്ടിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും എടുത്തു തന്നെയായിരിക്കും, അത് വിനയേട്ടനും അച്ഛനും പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് നന്ദിനി പറയാണ്, ഞാനത് വിക്രം വള കണ്ടിട്ടുണ്ട്, ടേബിളിൽ വേദ വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് വിക്രമിൻ്റെ ഫോണും ആ ടേബിൾ തന്നെയാണ് ചാർജറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വിക്രം ആ ഫോൺ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയാണ്. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അപ്പോൾ നീ എന്താ ഇത് ആദ്യം ഞാൻ ചോദിക്കുമ്പോൾ നന്ദിനി അത് എന്ന് പറഞ്ഞിട്ട് തപ്പുന്നുണ്ട് കേട്ടോ. പക്ഷേ ഉടനെ തന്നെ വേദ അത് നിഷേധിക്കുക കേട്ടോ. നന്ദിനി എന്തിനാ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ചെയ്തു, ഫോൺ അവിടെ നിന്ന് എടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ കണ്ടോ, എൻ്റെ വള എടുക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് കമലാമ്മയും വേദയും ചോദിക്കുന്നുണ്ട്.
അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഫോൺ എടുക്കുന്നത് ഞാൻ കണ്ടില്ല, പക്ഷേ ആ വളയെടുക്കുന്നത് ഞങ്ങൾ കണ്ടില്ല, പക്ഷേ ഫോൺ അവിടെ നിന്ന് എടുത്തു പോയതിന് ശേഷമാണ് വള കാണാതായത് എന്ന് പറയാണ്. പിന്നീട് വേദ പറയുന്നുണ്ട്, എല്ലാവർക്കും സത്യം ചെയ്യാനുള്ളൊരു അവസരം കൊടുത്തില്ലേ, നമുക്ക് വിക്രം പറയുന്നത് കേൾക്കാനുള്ളൊരു അവസരവും വിക്രത്തിന് കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഉറപ്പാണ്, അവനാണ് ഇതെടുത്തിട്ടുള്ളത്, എനിക്ക് ഉറപ്പാണെന്ന് പറയാണ്. പക്ഷെ കമലാമ്മ പറയുന്നുണ്ട്, എന്താ മാഷേ ഇങ്ങനെ, ഒരാൾക്കൊരു നിയമം മറ്റൊരാൾക്ക് വേറൊരു നിയമമാണോ, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, നീ പറയാറുള്ളത് നിൻ്റെ മോൻ നിന്നോട് ഒരിക്കലും കള്ളം പറയത്തില്ല എന്നല്ലേ, എങ്കിൽ നീ ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്ക്, അവനെ എന്താ ചെയ്തേ, അവനിത് എടുത്തു എന്നുള്ളത് ചോദിക്കുകയെന്ന് പറയുകയാണ്. അപ്പോൾ കമല ഫോൺ എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രം ഫോൺ എടുക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, വിക്രം നീ എവിടെയാണ്, ഇങ്ങോട്ട് വാ, ഒരു 10 മിനിറ്റുള്ളിൽ നീ എത്ര തിരക്കിലാണെങ്കിലും ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ ഇത്ര അർജൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് നീ ഇവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി, നീ ഇങ്ങ് വേഗം വാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വിക്രം ഉടനെ തന്നെ അങ്ങോട്ട് വരികയാണ്. വന്ന് ഉള്ളിലേക്കും കയറുന്നില്ല, മുറ്റത്ത് നിന്ന് വെച്ചിട്ട് കമലാമ്മ ഓടി വരുന്നുണ്ട് മുറ്റത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ, നീ പറയുന്നത് ഇവിടെ ആരും വിശ്വസിക്കത്തില്ല, വേദയുടെ വള കാണുന്നില്ല, അത് നീ എടുത്തു എന്നാണ് എല്ലാവരുടെയും സംശയം, നീ എടുക്കില്ല എന്ന് അമ്മയ്ക്കറിയാം, എന്ത് തെറ്റ് ചെയ്താലും നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് അമ്മയ്ക്കറിയാം, നീ എന്നോട് എന്നും സത്യം എത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ, നീ അല്ലാതെ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് കമല വിക്രത്തിൻ്റെ കൈ പിടിച്ച് സ്വന്തം തലയിലോട്ട് സത്യം ചെയ്യേ എന്ന് പറഞ്ഞിട്ട് കൈ തലയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വിക്രം അത് തടയാണ്, ബലമായി തന്നെ തൻ്റെ കൈ പിറകോട്ട് വലിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാവുക കേട്ടോ, തൻ്റെ മോൻ തന്നെയാണോ ഇത് ചെയ്തത് എന്നുള്ള സംശയത്തിൽ തുറച്ച് നോക്കുന്നുണ്ട് വിക്രത്തെ. വിക്രം പറയാണ്, അതെ അമ്മേ, ഞാൻ അമ്മയോട് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ല, അമ്മയുടെ അടുത്ത് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി മരണം വരെയും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കത്തുള്ളൂ, ഞാനാണ് അമ്മേ ആ വളയെടുത്തത്, ഒരു 2 ദിവസം കഴിഞ്ഞ് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ച് അത് ഞാൻ എടുത്ത് പണയം വെച്ചു എന്ന് പറയുന്ന ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് എന്ന് പറയുകയാണ്. അത് കേട്ടതും കമല കരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ വിക്രം കൈ പിടിച്ചിട്ട് പറയണ്ടേ, അമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്കുമെന്ന് പറയുകയാണ്. പക്ഷേ കമലാമ്മ സങ്കടം വന്ന് കരയാട്ടോ. ഇത് കണ്ട് മാഷ് പറയുന്നുണ്ട്, കമലേ, നിൻ്റെ മനസ്സ് കല്ലാക്കി വെച്ചോ നീയെ, നിൻ്റെ മക്കൾ എല്ലാവരും ഇപ്പം പ്രത്യേകിച്ച് വിക്രത്തിൻ്റെ കാര്യത്തിൽ വളരെ മോശമായ കാര്യങ്ങൾ നിനക്ക് കേൾക്കേണ്ടി വരും, അതുകൊണ്ട് നീ നിൻ്റെ മനസ്സിനെ കല്ലാക്കി വെക്കുകയെന്ന് പറയുകയാണ്. അതിനുശേഷം വിക്രം വേദയെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ വേദയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ശ്രീജച്ചിയുടെ അടുത്ത് പറയുകയാണ്, എന്തിനാ ചേച്ചി വിക്രം ഇങ്ങനെ ചെയ്തത്, വിക്രത്തിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ, ഞാൻ വള ഊരി കൊടുക്കുമായിരുന്നില്ലേ, എന്തിനാ ഇങ്ങനെ പറയാണ്ട് ചെയ്ത്, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് സങ്കടം വന്ന് ശ്രീജച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാട്ടോ. പിന്നീട് കമലാമ്മ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ മാഷ് അങ്ങോട്ടൊരു ഗ്ലാസ് പാലും കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, കമല ഇത് കുടിക്കുകയെന്ന് പറയുന്നുണ്ട്. പക്ഷേ കമലാമ്മ സമ്മതിക്കുന്നില്ല, എനിക്ക് വേണ്ടാന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് പറയും, കമല, പണ്ട് നമ്മൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, അത് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയായിരുന്നു, നീ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ഇത് കുടിക്കുമെന്ന് നിർബന്ധിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലാസ്. പിന്നീട് പറയുന്നുണ്ട്, നീ നിൻ്റെ മോനെ ആ പഴയ വിക്രമായിട്ടാണ് കാണുന്നത്, അന്ന് കോളേജിലും സ്കൂളിലും നല്ല മാർക്കോട് കൂടി വിജയിച്ചിട്ടുള്ള വിക്രമിനെയും നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ പ്രിയങ്കരനായിട്ടുള്ള വിക്രമിനെയാണ് നീ ഇപ്പോഴും സങ്കല്പിക്കുന്നത്. പക്ഷെ ആ വിക്രമൊക്കെ നഷ്ടപ്പെട്ടു പോയി നമുക്ക്. ഇനി ആ ഒരു കാലം ഒരിക്കലും തിരിച്ചു വരില്ല കമല. നീ അതെല്ലാം മറക്കണം. എന്തിനേയും നേരിടാനുള്ളൊരു മനക്കരുത്ത് നിനക്ക് ഉണ്ടാവണമെന്ന് പറയുകയാണ് മാഷ്. വീണ്ടും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഓരോരോ കാര്യങ്ങളായിട്ട് കമലയെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരും തന്നെ ഉണ്ടാവില്ല, നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉണ്ടാവൂ. ഈ 3 മക്കളും പ്രത്യേകിച്ച് നിൻ്റെ ചെറിയ മോൻ, ആരും നമ്മളെ നോക്കാനുണ്ടാവില്ല. വാർദ്ധക്യത്തിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ കമല എന്ന് പറയുകയാണ് മാഷ്. നീ വിഷമിക്കേണ്ട കമല, നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് മാഷ് കമലമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ.